ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ പ്രേക്ഷകരും ലാലേട്ടൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു, ലാലേട്ടൻ വരുമ്പോൾ നമ്മുടെ ജിൻഡോ ജാസ്മിൻ ഇഷ്യൂ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത്. അതായത് ജാസ്മിൻ ജിൻഡോനെ ജയിലിൽ വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യം ഡിസ്കസ് ചെയ്യണമെന്ന് നമ്മൾ ലാലേട്ടൻ്റെ അടുത്ത് എല്ലാ പ്രേക്ഷകരും ഒരുപോലെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുമായിരിക്കും. വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ലെങ്കിലും ജാസ്മിന് ചെറിയൊരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു ഡയറക്റ്റ് നോമിനേഷനിലെങ്കിലും ജാസ്മിനെ കൊണ്ടിടും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ലാലേട്ടൻ വന്നു, ജസ്റ്റ് എന്തോ ഒരു വാക്ക് ചോദിച്ചു, അതേപോലെ ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് പെട്ടെന്ന് ഓടുകയാണ് ഉണ്ടായത്. ലാലേട്ടൻ എന്താണ്, ജാസ്മിനെ പേടിയാണോ? ചിലപ്പോഴൊക്കെ ജാസ്മിൻ ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ജാസ്മിൻ ഒരു റെസ്പെക്റ്റും ഇല്ലാതൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ തിരിച്ചൊന്നും ചോദിക്കുന്നതായി കണ്ടിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ എന്താണ്, ജാസ്മിനെ പേടിയാണോ? ജിൻഡോ ആണ് ജാസ്മിനെ ഇതുപോലെ അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജിൻഡോ ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ടാവുമായിരുന്നു അല്ലേ? ഇതൊരു വലിയ പ്രോബ്ലം ആയിട്ടുണ്ടാവുമായിരുന്നു. അതുപോലെ തന്നെ ജിൻഡോ ഇപ്പോൾ പുറത്തു എത്തിയിട്ടുണ്ടാവുമായിരുന്നു. ഇത് ജാസ്മിൻ ചെയ്തതുകൊണ്ട് മാത്രം ആ കാര്യം അവിടെ ഡിസ്കസ് ചെയ്യുന്നതേ ഇല്ല. അപ്പൊ എന്തിനാണ് ജാസ്മിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ് കോർണർ എന്ന് മനസ്സിലാവുന്നില്ല. ലാലേട്ടൻ, നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഷോയുടെ പാർട്ടാവുന്നത്? നിങ്ങൾക്ക് കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ പണി നിർത്തിക്കൂടെ? നിങ്ങൾക്ക് വീട്ടിൽ അരി വാങ്ങാൻ കാശില്ലാത്ത ആളൊന്നുമല്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഇത്രയും നാണം കേട്ട ഒരു ഷോ ചെയ്യുന്നത്? നിങ്ങളോടുള്ള ഒരു ബഹുമാനം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അതുപോലെ തന്നെ അഖിൽ മാരാർ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് ആരോപണങ്ങളുമായി വന്നിട്ടുണ്ട്. അതിലൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഏഷ്യാനെറ്റും എൻഡമോൾ ഷൈനും ഒക്കെ ഓൾറെഡി നേരത്തെ തന്നെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിന്റെ ടൈറ്റിൽ വിന്നർ ആരാണെന്ന് ഡിസൈഡ് ചെയ്യുന്നുള്ളതാണ്. സോ അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ജാസ്മിനെയാണ് ഇത്തവണ അവരുടെ ടൈറ്റിൽ വിന്നർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം അതുപോലെയാണ് ജാസ്മിൻ അവിടെ ബിഹേവ് ചെയ്യുന്നത്. ജാസ്മിൻ എന്ത് ചെയ്താലും അതൊന്നും എടുത്ത് ചോദിക്കാൻ ലാലേട്ടനോ ബിഗ് ബോസോ ആരും മുന്നോട്ടേക്ക് വരുന്നില്ല. ദാറ്റ് മീൻസ് അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിരിക്കുന്ന ടൈറ്റിൽ വിന്നർ ജാസ്മിൻ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളും അഖിൽ മാരാർ ഉന്നയിക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് ഏഷ്യാനെറ്റിനെതിരെയും എൻഡമോൾ ഷൈനെതിരെയും അഖിൽ മാരാർ ഉന്നയിച്ചിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് മാരാർ ഉന്നയിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ പലരും പല കാര്യങ്ങളും ഇനിയും വെളിപ്പെടുത്താനിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.